വിഷുവിന് കണിയൊരുക്കാനായി പാകമായ വെള്ളരിയുമായി കുടുംബശ്രീ പ്രവർത്തകർ. പത്തനംതിട്ട ജില്ലയിൽ വിഷു വിപണി മുന്നിൽ കണ്ട് 22 ഏക്കറിലാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വെള്ളരി കൃഷി നടത്തിയത്. കാണാം കുടുംബശ്രീയുടെ വെള്ളരി കൃഷി വിശേഷം. ഇതര സംസ്ഥാനത്തു നിന്നെത്തുന്ന കണിവെള്ളരിക്ക് പകരം സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ വിഷുക്കണിക്കുള്ള വെള്ളരി ഒരുക്കിയിരിക്കുകയാണ് പത്തനംതിട്ടയിലെ കുടുംബശ്രീ പ്രവർത്തകർ. ജില്ലയിൽ വിവിധ ബ്ലോക്കുകളിലായി 22 ഏക്കറിലായാണ് കണിവെള്ളരി കൃഷി ഒരുക്കിയത്. വിളവെടുപ്പിന് സജ്ജമായതോടെ വിഷുച്ചന്ത തയ്യാറാക്കി വെള്ളരിയുടെ വിപണനവും കുടുംബശ്രീ ഉറപ്പാക്കിയിട്ടുണ്ട്. വിഷുവിനെ ലക്ഷ്യമാക്കിയായിരുന്നു ഞങ്ങൾ തുടങ്ങിയ കണിവെള്ളരിയെല്ലാം നല്ല രീതിയിൽ വിളഞ്ഞു. ഇത് കാണുമ്പോൾ മനസ്സിനൊരു സന്തോഷമുണ്ട്. എല്ലാം വിളഞ്ഞു നിൽക്കുന്ന നല്ല കളർ ഇതാണ് നിൽക്കുന്നത്. മറ്റുള്ള കർഷകർ ഇത് കണ്ട് അടുത്ത വർഷം കൂടുതൽ വിളവെടുക്കാണ്ട് എല്ലാവരും ശ്രമിക്കുക. കൃഷിക്കായി ഓരോ ഗ്രൂപ്പുകൾക്കും കുടുംബശ്രീ വായ്പയും ലഭ്യമാക്കിയിരുന്നു. സബ്സിഡിയോടുകൂടിയാണ് വായ്പ അനുവദിച്ചിരിക്കുന്നത്. ഉണർവ് കുടുംബശ്രീക്ക് കണിവെള്ളരി കൃഷി ചെയ്യുന്നതിന് വേണ്ടി ഏകദേശം 5.5 ലക്ഷം രൂപയോളം നമ്മൾ ബാങ്ക് ലോൺ കുടുംബശ്രീ മുഖേന ലഭ്യമാക്കിയിട്ടുണ്ട്. അതുകൂടാതെ കാർഷിക ഇൻസെൻറ്റീവ് ഇനത്തിൽ ഏകദേശം ഒരു 50,000 രൂപയും അതുപോലെ തന്നെ കൂട്ട് സംഘകൃഷി സബ്സിഡി പലിശ ഇനത്തിൽ ജില്ലാ മിഷനിൽ നിന്നും 5,000 രൂപയും ലഭ്യമാക്കിയിട്ടുണ്ട്. കണിവെള്ളരിക്ക് പുറമെ വിവിധ ഇനം കൃഷികളും കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ചെയ്തു വരുന്നു. വിഷു വിപണി ലക്ഷ്യമിട്ടിറക്കിയ കൃഷി കുടുംബശ്രീ അംഗങ്ങൾക്ക് മികച്ച ഒരു വരുമാനം കൂടിയാണ്. അമൃത ന്യൂസ്, പത്തനംതിട്ട.